ദൈവനാമം മഹത്വപ്പെടട്ടെ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു സുവർണ വാക്യം കിടപ്പുണ്ട്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം. ക്രൈസ്റ്റ് ഹാസ് സെറ്റ് us ഫ്രീ ടു എൻജോയ് അവർ ഫ്രീഡം. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ആനന്ദിക്കേണ്ടതിന് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നാം ആനന്ദിക്കേണ്ടതിന്, ആഘോഷിക്കേണ്ടതിന് കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കി. സോ റിമെയിൻ സ്ട്രോങ് ഇൻ ദ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം വിശ്വാസത്താലാണ് പ്രാപിക്കുന്നതും നിലനിർത്തുന്നതും ആക്ടിവേറ്റ് ചെയ്യുന്നതും. സ്ട്രോങ് ഇൻ ദ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. Don't let the chains of slavery hold you again. Don't let the chains of slavery hold you again. ആ അടിമച്ചങ്ങല പിന്നെയും ചെന്ന് കൈ നീട്ടി മേടിക്കരുത്. മലയാളം ബൈബിളിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും അതിൻ്റെ ആഘോഷവുമാണ്. വിവിധ രാജ്യങ്ങൾ അവരുടെ ഇൻഡിപെൻഡൻ്റ് ഡേ, റിപ്പബ്ലിക് ഡേ ഒക്കെ ആഘോഷിക്കുന്നു. ഇന്ത്യക്ക് അതൊരു വലിയ ആഘോഷമാണ്. ഇന്ത്യയുടെ അഭിമാനവും സൗന്ദര്യവും അധികാരവും ലോകം കാണുന്ന ദിവസമാണത്. ഇന്ത്യൻ ആർമിക്ക് അത് ഭയങ്കര ആനന്ദമാണ്. മന്ത്രിമാർക്കെല്ലാം ആനന്ദമാണ്, പ്രജകൾക്കെല്ലാം ആനന്ദമാണ്. എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഈ ആഘോഷത്തിൽ പങ്കുചേരും. സ്ത്രീകളും പുരുഷന്മാരും പങ്കുചേരും, കോളേജും സ്കൂളും പങ്കുചേരും. എല്ലാവർക്കും വേഷവിധാനങ്ങളുണ്ട്. കൊച്ചു കൊച്ചു കൊടികൾ ആ ദിവസങ്ങളിൽ മാത്രം വാഹനങ്ങളിലൊക്കെ പിടിപ്പിക്കും. ഞങ്ങൾ ഒരു കാലത്ത് അടിമകളായിരുന്നു, ഇന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് എല്ലാവരും ചേർന്ന് പറയുന്നത്. എന്നാൽ ഒരു ദുഃഖം പറയാനുള്ളത്, ഇപ്പോഴും നമ്മൾ പലരും അടിമത്വത്തിൽ അല്ലേ. ഇത് പറയുമ്പോൾ ചിലരുടെ മുഖം വല്ലാതെ ചുളിയും ദേഷ്യം വരും. നമ്മൾ ഇപ്പോഴും അടിമത്വത്തിലല്ലേ? ഇവിടുത്തെ സ്ത്രീകൾ അടിമകളല്ലേ? ഇവിടെ പണിയിടങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ അടിമത്വം നിലനിൽക്കുന്നില്ലേ? ഇവിടുത്തെ കള്ളുഷാപ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ അർത്ഥം ഇവിടെ മനുഷ്യൻ ഇപ്പോഴും അടിമയാണെന്നല്ലേ? ഈ മദ്യത്തിനടിമപ്പെട്ട് നശിക്കുന്ന മനുഷ്യര് മിക്കവാറും മിഡിൽ ക്ലാസ് ആളുകളല്ലേ, അതിലും താഴോട്ട് പോയവരല്ലേ. അവരല്ലേ ഈ വിഷം മേടിച്ച് കുടിക്കത്തുള്ളൂ. സമ്പന്നന്മാർ കുടിക്കുന്നത് കുറച്ചുകൂടെ ആരോഗ്യകരമായ സാധനമാണ്. അതിൻ്റെ അർത്ഥം അത് ആരോഗ്യകരമാണെന്നല്ല, ഇതിനേക്കാൾ ഭേദമാണെന്ന്. ഈ വിഷമദ്യ ദുരന്തം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ആരാ മരിക്കുന്നത്? നമ്മുടെ പാവപ്പെട്ട സഹോദരി സഹോദരന്മാരാ മരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിലും
നമ്മുടെ അടിമത്വങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ ഒന്ന് കണ്ണ് തുറക്കണേ എന്നാണ് ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് എൻ്റെയും സുവിശേഷ ചാനൽ എന്ന നിലയിൽ പൗർവിഷൻ്റെയും അപേക്ഷ. പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങരുത്. അങ്ങനെ ഒരു പ്രവണതയുണ്ട് മനുഷ്യർക്ക്. അതായത് അടിമത്വം ഒരു സുഖം, ഇരുട്ടൊരു സുഖം, അരാജകത്വത്തിലൊരു ആനന്ദം. ഇതൊരു കൊച്ചു മെസ്സേജാണ്, അതുകൊണ്ട് വേഗം പറഞ്ഞു തീർക്കാം. ഒരു പലകയോ കല്ലോ നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്നത് ഉച്ച നേരത്തൊന്ന് ഉയർത്തിയാൽ അതിൻ്റെ അടിയിലെ ജീവികൾ ഓടി മറ്റൊരു കരികിലയുടെ അടിയിൽ കയറുന്ന കാണും. ആ ജീവികൾക്ക് പ്രാകാൻ കഴിവുണ്ടെങ്കിൽ അത് നമ്മളെ പ്രാകും. എന്തിനാ നീ ഈ വെട്ടം ഇവിടെ കൊണ്ടുവന്നേ? ഞങ്ങൾക്ക് ഇരുട്ടാണ് സുഖം. ഇതിനെയാണ് ഗലാത്യർ 5:1 ശാസിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങരുത്. ക്രിസ്തു തന്ന സ്വാതന്ത്ര്യം, ക്രൈസ്റ്റ് ഹാസ് സെറ്റ് us ഫ്രീ ടു എൻജോയ് അവർ ഫ്രീഡം. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ആഘോഷിക്കുവീൻ എന്നാണ് എനിക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ വചനം കേൾക്കുന്ന പൗർവിഷൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ആരാധനയിലൂടെ, സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ, സുവിശേഷ ഗാനങ്ങളിലൂടെ ഈ സ്വാതന്ത്ര്യത്തെ നമുക്ക് ആഘോഷിക്കാം. അടിമത്വത്തിൽ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം വേഗത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.